ഹലോ, നമസ്കാരം. കേരള കൾച്ചറിൻ്റെ 5ാമത്തെ ക്ലാസ്സാണിത്. തിയേറ്റർ, സിനിമ, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, നാടകം, ചലച്ചിത്രം, വാസ്തുകല, ശില്പകല എന്നിങ്ങനെയുള്ള 4 ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാടകത്തിൻ്റെയും സിനിമയുടെയും കാര്യത്തിൽ അതിൻ്റെ ആരംഭകാലവും അതുപോലെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസും അതാണ് നമ്മൾ മെയിനായിട്ടും നോക്കേണ്ടത്. അതുപോലെ ആർക്കിടെക്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന നമ്മുടെ തനതായ വാസ്തുകലയുടെ പ്രത്യേകതകൾ, അതിൻ്റെ പെക്യുലിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ കേരളത്തിൽ കാണപ്പെടുന്ന പല ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ പല സ്റ്റൈൽസ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും. സ്കൾപ്ചേഴ്സ്, ശില്പകലയുടെ കാര്യത്തിലും ഇതുപോലെ കേരളത്തിൽ കാണപ്പെടുന്ന സ്റ്റൈൽസ് ഏതൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ ഉത്ഭവം ഏത് കാലത്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റൈൽസിൻ്റെ ഇൻഫ്ലുവൻസ് കേരളത്തിൻ്റെ ശില്പകലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള ചില ഡീറ്റെയിൽസാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല, സൂപ്പർഫിഷ്യലായിട്ട് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമേ ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കേരളത്തിലെ തിയേറ്റർ അല്ലെങ്കിൽ നാടക മേഖല, അതിൻ്റെ തുടക്കവും വളർച്ചയും എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മുൻപ് കൂടിയാട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മലയാളത്തിൽ നാടകശാഖയുടെ ഒരു ആദ്യകാല രൂപമാണ് കൂടിയാട്ടത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്ന്. സംസ്കൃത നാടകങ്ങളുടെ ഒരു രൂപഭേദമായിരുന്നു കൂടിയാട്ടം. എന്നാൽ സമ്പൂർണ്ണ സംസ്കൃത നാടകം എന്നുള്ള നിലയിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു നാടകം അവതരിപ്പിക്കപ്പെട്ടത് ആശ്ചര്യ ചൂഡാമണിയാണ്. ശക്തിഭദ്രനാണ് ആശ്ചര്യ ചൂഡാമണിയുടെ കർത്താവ്. ശങ്കരാചാര്യരുടെയൊക്കെ സമകാലികനായിരുന്നു ശക്തിഭദ്രൻ. അതുപോലെ രവിവർമ്മ കുലശേഖരൻ, അദ്ദേഹം ധാരാളം സംസ്കൃത നാടകങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തോലകവി, തോലൻ്റെ ആട്ടപ്രകാരത്തെക്കുറിച്ചും ക്രമദീപികയെക്കുറിച്ചും നമ്മൾ ആർട്ട് ഫോംസിൻ്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ആട്ടപ്രകാരം എന്നുള്ള പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ആട്ടത്തിൻ്റെ അല്ലെങ്കിൽ തിയേറ്റർ ഫോംസിൻ്റെ പ്രകാരങ്ങൾ, അതിൻ്റെ വിധങ്ങൾ, അത് ചെയ്യേണ്ട രീതികൾ എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. അതുപോലെ ക്രമദീപികയും. അപ്പോൾ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് പ്രാചീന കേരളത്തിൽ നാടകം എന്നുള്ള ശാഖയുടെ ആ ഒരു വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകമായിട്ടുള്ള ഫാക്ടേഴ്സാണ്. വേണാട് ദേശത്തെ രാജാവായിരുന്നു രവിവർമ്മ കുലശേഖരൻ. അദ്ദേഹം ധാരാളം സംസ്കൃത നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. വളരെ ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കൃത കൃതിയാണ് പ്രദ്യുമ്നാഭ്യുദയം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്നതിനായിട്ടാണ് അദ്ദേഹം പ്രദ്യുമ്നാഭ്യുദയം നാടകം രചിച്ചത്. ഇനി മലയാള നാടകത്തിലേക്ക് വന്നാൽ, മലയാള നാടക ശാഖയുടെ ചരിത്രം ആരംഭിക്കുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ മണിപ്രവാള ശാകുന്തളമാണ് മലയാളത്തിലുണ്ടായിട്ടുള്ള ആദ്യത്തെ നാടകമെന്ന് പറയുന്നത്. കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ മണിപ്രവാള ശാകുന്തളം. മലയാളത്തിലെ നാടക പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച ഒരു കൃതി അല്ലെങ്കിൽ ഒരു നാടകമായിരുന്നു മണിപ്രവാള ശാകുന്തളം. അതിനുശേഷം ധാരാളം നാടകങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ട്രാൻസ്ലേഷൻസും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ തനത് കൃതികളും മലയാളത്തിൽ, ഭാഷാ നാടകങ്ങളും ധാരാളം മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള നാടക സംഘങ്ങൾ കേരളത്തിൽ വന്ന് സംഗീത നാടകങ്ങൾ അവതരിപ്പിച്ച് വലിയ പോപ്പുലാരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. സംഗീത നാടകങ്ങൾക്ക് കേരളത്തിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ തമിഴ് സംഗീത നാടകങ്ങളുടെ ഒരു ശൈലിയിൽ മലയാളത്തിലും ചില സംഗീത നാടകങ്ങൾ ആദ്യകാലത്തുണ്ടായെങ്കിലും അത്ര പോപ്പുലാരിറ്റി നേടാൻ അവയ്ക്ക് ആദ്യം സാധിച്ചിട്ടില്ല. ഇനി ആധുനിക കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മലയാള നാടകത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയിൽ ഒരു പരിണാമഘട്ടം എന്ന് പറയുന്നത്, മുൻപ് നിലനിന്നിരുന്ന ശൈലിയിൽ നിന്നും അല്ലെങ്കിൽ സാൻസ്ക്രിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ശൈലിയിൽ നിന്നുള്ള ഒരു പരിണാമം ആരംഭിച്ചത് സി വി രാമൻപിള്ളയെ പോലുള്ള ചില പ്രഗത്ഭർ ചരിത്ര വിഷയങ്ങളും മറ്റും പ്രമേയമാക്കി പല നാടകങ്ങളും, പല ലഘുനാടകങ്ങളും രചിച്ചതോടുകൂടിയാണ്. അവിടെ മുതലാണ് നാടകത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ ആധുനിക കാലഘട്ടം നാടകത്തിൻ്റെ എന്ന് പറയാവുന്ന തരത്തിലെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. സി വി രാമൻപിള്ളയുടെ ഇത്തരത്തിലുള്ള ചില ലഘുനാടകങ്ങളാണ് ചന്ദ്രമുഖി വിലാസം, കുറുപ്പില്ല കളരി, ഡോക്ടർക്ക് കിട്ടിയ മിച്ചം എന്നിവ. കുറച്ചൊരു കോമിക് അംശം, ഒരു ഹാസ്യാത്മക അംശം കൂടെ കലർന്നിട്ടുള്ള ലഘുനാടകങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ചില അമച്വർ നാടക സംഘങ്ങൾ ഇത്തരം നാടകങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി വളരെയധികം പോപ്പുലാരിറ്റി അവയ്ക്ക് ഉണ്ടായി തുടങ്ങി. നാടകം ഒരു ജനകീയ കലയായിട്ട് മാറി തുടങ്ങിയതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടമാണ്.
അങ്ങനെ ജനങ്ങൾക്ക് ഈ ഒരു മേഖലയോട്, ഈ ഒരു കലയോട് താല്പര്യം വർദ്ധിച്ചതോടുകൂടി പല സ്വതന്ത്ര നാടകങ്ങളും മലയാളത്തിലുണ്ടാവാൻ തുടങ്ങി. അതിലെ പ്രധാനപ്പെട്ട ചിലതാണ് കൊച്ചുണ്ണി തമ്പുരാൻ്റെ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ്റെ കല്യാണി നാടകം, അതുപോലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഗംഗാവതരണം, KC കേശവൻപിള്ള എഴുതിയ ലക്ഷ്മി കല്യാണം, അതുപോലെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ എബ്രായക്കുട്ടി. എബ്രായക്കുട്ടി എന്നുള്ള നാടകം പേര് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ ഇംഗ്ലീഷ് നാടകങ്ങളുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ശൈലിയുടെ ഒരു സ്വാധീനം എബ്രായക്കുട്ടി എന്നുള്ള നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വർഗീസ് മാപ്പിള തന്നെ ഷേക്സ്പിയർ കൃതികളുടെ വിവർത്തനവും നാടകങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഷേക്സ്പിയറിൻ്റെ ടേമിംഗ് ഓഫ് ദി ഷ്രൂ എന്നുള്ള നാടകം വർഗീസ് മാപ്പിള കലഹിനി ദമനകം എന്നുള്ള പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ട്രാൻസ്ലേഷൻസ് ആയിട്ടും അതല്ലാതെ സ്വതന്ത്ര കൃതികളായിട്ടും ധാരാളം നാടകങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ അധികം താമസിയാതെ തന്നെ നാടകങ്ങൾ കുറേ കൂടെ സാമൂഹിക പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് മാറി. പുരാണങ്ങളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നുമൊക്കെ കുറച്ച് വഴി മാറി ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ നിന്ന് തന്നെ പ്രമേയവും കഥാപാത്രങ്ങളും അവലംബിക്കാൻ തുടങ്ങി. ഇത് കുറേ കൂടെ നാടകത്തെ ഒരു ജനകീയ കലയാക്കി മാറ്റുകയും ജനങ്ങളോട് കുറേ കൂടെ അടുപ്പിക്കുകയും ചെയ്തു ഈ ഒരു കലയെ. നമ്മുടെ സാമൂഹിക പ്രവണതകളെ തുറന്നു കാട്ടുന്ന അനേകം നാടകങ്ങൾ, പ്രശസ്തമായ നാടകങ്ങൾ അക്കാലത്തുണ്ടായി. സമൂഹത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തവയാണ് അവയിൽ പലതും. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, അതുപോലെ K ദാമോദരൻ്റെ പാട്ടബാക്കി, തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഇവയൊക്കെ നാടക പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടം പറയുമ്പോൾ അതിലെ നാഴിക കല്ലുകൾ എന്നുള്ള നിലയ്ക്ക് എടുത്തു പറയാവുന്ന ചില നാടകങ്ങളാണ്. നമ്മുടെ ജനസമൂഹത്തെ ആകെ ഇളക്കി മറിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള നാടകങ്ങളായിരുന്നു ഇവയൊക്കെ. അത്രയ്ക്കധികം സാമൂഹിക പ്രസക്തിയുള്ള നാടകങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ കലാകാരന്മാരും സാഹിത്യകൃതികളുമൊക്കെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു അംശം പേറുന്നുണ്ട് എന്നുള്ളത്. അതായത് സമൂഹത്തോട്, പബ്ലിക്കിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് പൊതുവെ കലാസാഹിത്യ രംഗങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. റിയലിസത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇനി കാൽപ്പനിക കൃതികളെന്ന് പേര് കേട്ടവയിൽ പോലും സാമൂഹികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ അംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നാടകങ്ങൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തെ സ്വാധീനിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഒരു മാധ്യമമാണ് എന്ന് തന്നെ പറയാം, ചലച്ചിത്രങ്ങൾക്ക് മുൻപ്. പിൽക്കാലത്ത് ജനകീയ കല എന്നുള്ള സ്ഥാനവും വിശേഷണവും ചലച്ചിത്ര ലോകം കീഴടക്കിയതോടുകൂടിയാണ് നാടകത്തിന് ആദ്യകാലത്ത് ചെറിയ തോതിലും പിൽക്കാലത്ത് വലിയ തോതിലും അതിൻ്റെ പോപ്പുലാരിറ്റിക്കും ഡിമാൻഡിനും ഒരു ഇടിവ് സംഭവിച്ചത്. അപ്പോൾ ആദ്യകാലത്ത് K ദാമോദരൻ്റെയും തോപ്പിൽ ഭാസിയുടെയും ഒക്കെ നാടകങ്ങൾ സമൂഹത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ളവയാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത്തരത്തിലെ നാടക സമിതികളും അവയുടെ ജനപ്രിയ നാടകങ്ങളും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കഥ അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ സാധാരണക്കാരാണ്, സാധാരണക്കാരെ പോലെ സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തങ്ങളുടെ ജീവിതവുമായിട്ട് വളരെയധികം സാമ്യം, അല്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നെ തിരശ്ശീലയിൽ കാണുന്നത് പോലെ അവർക്ക് തോന്നും. അങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മീഡിയമായിട്ട് നാടകങ്ങൾ ഇടക്കാലത്ത് വർത്തിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ പ്രചാരം കൊടുക്കുന്നതിൽ ഈ നാടകങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഇത്തരത്തിൽ സാമൂഹിക വിഷയങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന നാടകങ്ങൾ വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി നേടിയതോടുകൂടി ധാരാളം പ്രൊഫഷണൽ നാടക സമിതികളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ നാടക അവതരണത്തിന് വേണ്ടി ധാരാളം സാംസ്കാരിക സംഘടനകളും കേരളത്തിലുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പോപ്പുലറായ ഒന്നാണ് KPAC, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. 1957 ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് തോപ്പിൽ ഭാസിയുടെ നേതൃത്വത്തിൽ KPAC സ്ഥാപിതമായത്. പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ നാടക മേഖലയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്ന് പറയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നൂറുകണക്കിന് വേദികളിലാണ് തിങ്ങി നിറഞ്ഞ സദസ്സുകൾക്ക് മുൻപിൽ KPAC ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അവരുടെ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും അനേകം വേദികളിൽ KPAC നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നാടകവേദിയുമായി ബന്ധപ്പെട്ട, നാടകരംഗവുമായി ബന്ധപ്പെട്ട മറ്റനേകം പ്രമുഖ വ്യക്തിത്വങ്ങൾ നമുക്ക് മലയാള നാടകശാഖയിലുണ്ട്. SL പുരം സദാനന്ദൻ, ജഗതി NK ആചാരി, NN പിള്ള, കാവാലം നാരായണ പണിക്കർ എന്നിവരൊക്കെ മലയാളത്തിലെ നാടക ആചാര്യന്മാർ അല്ലെങ്കിൽ നാടക കുലപതികൾ എന്നുള്ള വിശേഷണത്തിന് അർഹരായിട്ടുള്ള കലാകാരന്മാരാണ്. ഇനി സിനിമ, ചലച്ചിത്ര കല.
കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്താകെ നോക്കുകയാണെങ്കിലും ഇന്ന് ഏറ്റവും അധികം ജനകീയമായിട്ടുള്ള, ഏറ്റവും അധികം പോപ്പുലറായിട്ടുള്ള ഒരു കലയാണ്, ഒരു മാധ്യമമാണ് ചലച്ചിത്രം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. സത്യത്തിൽ ഒരു കല എന്നതിനപ്പുറം വലിയൊരു വ്യവസായമായിട്ടാണ് ഇന്ന് ചലച്ചിത്രം മാറിയിരിക്കുന്നത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ ക്രയവിക്രയം നടക്കുന്ന വലിയൊരു വ്യാവസായിക മേഖലയാണ് ഇന്ന് ചലച്ചിത്ര ലോകമെന്ന് പറയുന്നത്. കൊമേഴ്ഷ്യലി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മലയാള സിനിമയെങ്കിലും കലാമൂല്യത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയ ഒരു റോള് തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമ മേഖലയ്ക്ക് ഉള്ളത് എന്ന് പറയാം. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മറ്റുള്ള കലകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളുടെ ചരിത്രമൊന്നും സിനിമയ്ക്ക് പറയാനില്ല. താരതമ്യേന ചെറുപ്പമാണ് ഈ കലയെന്ന് പറയാം. ചലച്ചിത്ര കല മലയാളത്തിലേക്ക് കടന്നു വന്നത് JC ഡാനിയൽ എന്നുള്ള മലയാള സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന JC ഡാനിയലിൻ്റെ പരിശ്രമങ്ങളോടുകൂടിയാണ് മലയാളത്തിലേക്ക് ചലച്ചിത്ര കല കടന്നു വരുന്നത്. അദ്ദേഹം ഒരു ദന്തസ്റ്റായിരുന്നു, ദന്തരോഗ വിദഗ്ധനായിരുന്നു. തൻ്റെ സമ്പാദ്യമെല്ലാം ചെലവഴിച്ചാണ് വിഗതകുമാരൻ എന്നുള്ള മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം 1930 അദ്ദേഹം പുറത്തിറക്കിയത്. പക്ഷേ അന്ന് ചലച്ചിത്രം എന്ന ഈ കലയ്ക്കോ അല്ലെങ്കിൽ JC ഡാനിയലിൻ്റെ ഈ പരിശ്രമങ്ങൾക്കോ ഒന്നും ആസ്വാദകരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പ്രോത്സാഹനമോ സപ്പോർട്ടോ ഒന്നും ആദ്യകാലത്ത് ലഭിച്ചിരുന്നില്ല. വിഗതകുമാരനിലെ നായികയായിരുന്നു PK റോസി. മലയാള സിനിമയിലെ ആദ്യത്തെ നായിക PK റോസിയാണ്. ഈ അടുത്ത സമയത്ത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ PK റോസിയുടെ പേര് വീണ്ടും ഉയർന്നു വന്ന് നമ്മൾ കേട്ടു. മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ കനി കുസൃതി തൻ്റെ അവാർഡ് PK റോസിക്ക് സമർപ്പിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. മലയാള സിനിമാ മേഖലയിൽ ജാതി വിവേചനം എന്നുള്ള കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടായിരുന്നു കനി കുസൃതി തൻ്റെ അവാർഡ് PK റോസിക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. മലയാള സിനിമയിലെ ആദ്യ നായിക എന്ന നിലയ്ക്ക് യാതൊരു വിധത്തിലുള്ള അംഗീകാരങ്ങളും ലഭിക്കാതെയാണ് അവർ മരണമടഞ്ഞത്. അവരൊരു പുലയ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആ സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററും അവരുടെ വീടുൾപ്പെടെ കത്തിക്കുന്നൊരു സാഹചര്യം അന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ സമൂഹത്തിലെ പ്രമാണിമാരെ ചൊടിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പുലയ സ്ത്രീ സിനിമയിൽ അഭിനയിച്ചു, ആ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, അവരൊരു നായർ സ്ത്രീയായിട്ടായിരുന്നു ചലച്ചിത്രത്തിൽ വേഷമിട്ടത് എന്നുള്ളതായിരുന്നു. അതായിരുന്നു അവർ ചെയ്ത ഏറ്റവും വലിയ അപരാധമായിട്ട് കണക്കാക്കിയത്. അങ്ങനെ മലയാള സിനിമയുടെ ആദ്യത്തെ നായികയ്ക്ക് പ്രാണരക്ഷാർത്ഥം കേരളത്തിൽ നിന്ന് ഓടിപ്പോവേണ്ടി വന്ന ഗതിയാണ്, ആ ഒരു ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് JC ഡാനിയലിനെ മലയാള സിനിമയുടെ പിതാവായി കരുതുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ JC ഡാനിയൽ അവാർഡ് കൊടുക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവിച്ചിരുന്ന കാലത്ത് യാതൊരു വിധത്തിലുള്ള അംഗീകാരങ്ങളും ലഭിക്കാതെയാണ് JC ഡാനിയൽ, കൊടിയ ദാരിദ്ര്യത്തിലാണ് അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചു മരിച്ചത്. അങ്ങനെ ആദ്യത്തെ ചലച്ചിത്രം, ആദ്യത്തെ നിശബ്ദ ചിത്രമായ വിഗതകുമാരന് ശേഷം 1933 വീണ്ടും ഒരു നിശബ്ദ ചിത്രം കൂടെ മലയാളത്തിൽ ഇറങ്ങി. അതാണ് മാർത്താണ്ഡവർമ്മ. സുന്ദർ രാജായിരുന്നു അതിൻ്റെ സംവിധായകൻ. പിന്നീട് ആദ്യത്തെ ടോക്കീസ്, ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം മലയാളത്തിലുണ്ടായത് 1938 ആദ്യത്തെ ശബ്ദചിത്രം ഉണ്ടായത്. ബാലൻ എന്നുള്ള മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. ഇങ്ങനെയാണ് മലയാള സിനിമയുടെ ശൈശവദശ. ആ ഒരു കാലഘട്ടത്തിൽ തിയേറ്റർ ബേസുള്ള അല്ലെങ്കിൽ നാടകത്തിൽ വേരുകളുള്ള, നാടകരംഗത്ത് വേരുകളുള്ള, അനുഭവ സമ്പത്തുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു കൂടുതലായും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ 1948 ഇറങ്ങിയ നിർമ്മല എന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് പിന്നണി ഗാനം എന്നുള്ള സമ്പ്രദായം, പ്ലേബാക്ക് സിംഗിങ് മലയാളത്തിൽ ആദ്യമായിട്ടുണ്ടായത്. മലയാള സിനിമയുടെ വളർച്ചാഗതിയിലെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് എന്ന് പറയാവുന്നതാണ് 2 സ്റ്റുഡിയോകളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബോബൻ കുഞ്ചാക്കോ ആലപ്പുഴയിൽ സ്ഥാപിച്ച ഉദയ സ്റ്റുഡിയോ, അതുപോലെ സുബ്രഹ്മണ്യം തിരുവനന്തപുരത്ത് നേമത്ത് സ്ഥാപിച്ച മെറിലാൻഡ് സ്റ്റുഡിയോ. ഈ 2 സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി മലയാളത്തിൽ ഒരു വർഷം ഇറങ്ങുന്ന ചലച്ചിത്രങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. അതായത് സിനിമാ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഈ 2 സ്ഥാപനങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ മലയാള സിനിമയുടെ വളർച്ചാ ഘട്ടത്തിലെ ഒരു മൈൽ സ്റ്റോൺ എന്നുള്ള നിലയ്ക്ക് കണക്കാക്കുന്നത്. ഇന്നത്തെ കാലത്തേതുപോലെ ആധുനിക സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്, ഔട്ട്ഡോർ ചിത്രീകരണത്തിന് അത്രയധികം സാധ്യതകളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇത്തരം സ്റ്റുഡിയോകൾ ചലച്ചിത്ര വ്യവസായത്തിന് അല്ലെങ്കിൽ ചലച്ചിത്ര നിർമ്മാണത്തിൽ എത്രത്തോളം സഹായകമായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ പുറത്തിറങ്ങുന്ന ചലച്ചിത്രങ്ങളുടെ എണ്ണത്തിലും അതിൻ്റെ ക്വാളിറ്റിയിലും വളരെ വലിയ വർധനവാണ് ഈ സ്റ്റുഡിയോകളുടെ
കാലഘട്ടത്തോടു കൂടി മലയാളത്തിലുണ്ടായത്. 50കളുടെ കാലഘട്ടം മുതലാണ് മലയാള സിനിമയിൽ ഒരു കൊമേഴ്ഷ്യൽ ഫേസ് ആരംഭിച്ചതെന്ന് പറയാം. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് എന്നുള്ള വിശേഷണത്തിന് അർഹമായ ജീവിത നൗക എന്നുള്ള ചലച്ചിത്രം 1951 പുറത്തിറങ്ങിയത്. മലയാളത്തിലെ സാഹിത്യ മേഖലയും വളരെയധികം പുരോഗതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമയമായിരുന്നു ഈ 50കളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഒരു പുരോഗതി തന്നെ നമുക്ക് അന്നത്തെ ചലച്ചിത്ര മേഖലയിലും റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു സാഹിത്യകൃതിയെ ബേസ് ചെയ്ത് റിയലിസ്റ്റിക് ആയൊരു മൂവി മലയാളത്തിൽ ഇറങ്ങിയത് 1954 റിലീസായ നീലക്കുയിലാണ്. സത്യനും മിസ് കുമാരിയുമായിരുന്നു അതിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്നാണ് നീലക്കുയിൽ സംവിധാനം ചെയ്തത്. ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ മലയാളം സിനിമയും നീലക്കുയിലാണ്. ആദ്യമായിട്ട് പ്രസിഡന്റിൻ്റെ മികച്ച ചിത്രത്തിനുള്ള വെള്ളി മെഡൽ നേടിയ മലയാള സിനിമ നീലക്കുയിലാണ്. നീലക്കുയിൽ ഇറങ്ങിയതോടുകൂടി പുതിയൊരു ട്രെൻഡ് മലയാളം ചലച്ചിത്ര ലോകത്ത് ഉണ്ടാവുകയായിരുന്നു. അതായത് പ്രോമിനൻ്റായ പ്രശസ്തമായിട്ടുള്ള ലിറ്റററി വർക്ക്സിനെ ബേസ് ചെയ്തുകൊണ്ട് സിനിമകൾ ഇറക്കുന്ന ഒരു പുതിയ ട്രെൻഡ് മലയാളത്തിൽ നീലക്കുയിലോടുകൂടി ആരംഭിച്ചു. ഇത്തരത്തിൽ സാഹിത്യകൃതികളെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇറങ്ങിയ മറ്റ് പ്രധാനപ്പെട്ട ചില ചലച്ചിത്രങ്ങളാണ് പാടാത്ത പൈങ്കിളി, രണ്ടിടങ്ങഴി, മുടിയനായ പുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി, ഓടയിൽ നിന്ന് ചെമ്മീൻ എന്നിങ്ങനെയുള്ള ചില ചലച്ചിത്രങ്ങൾ. അതുപോലെ 1955 പുറത്തിറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ് മലയാളത്തിലെ ആദ്യത്തെ ന്യൂ റിയലിസ്റ്റിക് മൂവി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ 50 മുതൽ 70 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് തിരശീലയ്ക്ക് പിന്നിലും പ്രവർത്തിച്ച അനേകം പ്രതിഭാശാലികളായിട്ടുള്ള കലാകാരന്മാർ ഉയർന്നു വന്നിട്ടുള്ള സമയമാണ്. പി ഭാസ്കരൻ, രാമു കാര്യാട്ട്, വയലാർ ദേവരാജൻ ഡിയോ, ബാബുരാജ്, യേശുദാസ്, ONV, MT മുതലായ പ്രതിഭകൾ അവരുടെ ആദ്യ കാലം എന്ന് പറയുന്നത് ഈ 50 മുതൽ 70 വരെയുള്ള കാലഘട്ടമായിരുന്നു. അതേപോലെ 1965 പുറത്തിറങ്ങിയ രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ ഒരു ഫിനോമിനൽ മൂവി ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. മികച്ച ചിത്രത്തിനുള്ള പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രവും ചെമ്മീനാണ്. ഇത്തരത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ മലയാള സിനിമ ദേശീയ തലത്തിൽ വരെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും അത്രയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. 1949 കേരള സർക്കാർ ചലച്ചിത്ര മേഖലയിൽ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിലെ മികവിന് ആദ്യമായിട്ട് പുരസ്കാരം ഏർപ്പെടുത്തിയത്. മികച്ച ചിത്രത്തിനുള്ള ആദ്യ അവാർഡ് കരസ്ഥമാക്കിയത് കുമാരസംഭവം എന്ന മൂവിയായിരുന്നു. മികച്ച ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിൻസെൻറ്റും അഭിനേതാക്കൾ സത്യനും ഷീലയുമായിരുന്നു. ആദ്യത്തെ അവാർഡ് ജേതാക്കൾ ഇവരാണ്. പിന്നീട് 1975 ചലച്ചിത്ര മേഖലയുടെ വികസനത്തിനായിട്ട് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSFDC കേരളത്തിൽ സ്ഥാപിതമായത്. പിന്നീട് 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ആരംഭിക്കുന്നത്. മികച്ച ലോക സിനിമകളെ മലയാളത്തിലേക്ക് എത്തിക്കാനായിട്ട് 1996 മുതലാണ് IFFK ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ആരംഭിച്ചത്. ആദ്യകാലത്ത് KSFDC ആണ്, ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് അത് നടത്തിയിരുന്നതെങ്കിലും 98 ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായതിനു ശേഷം IFFKയുടെ ചുമതല, നടത്തിപ്പ് ചുമതല ചലച്ചിത്ര അക്കാദമിക്കാണ്. ഇനി ചലച്ചിത്രത്തെ ഒരു കമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യവസായം എന്ന നിലയ്ക്ക് പറയുന്നതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ സമാന്തര ചലച്ചിത്ര മേഖലയെക്കുറിച്ചും പറയാനുണ്ട്. ഒരു വശത്ത് കോടിക്കണക്കിന് രൂപയുടെ ക്രയവിക്രയം നടക്കുന്ന വലിയ വ്യവസായ മേഖലയാണ് ചലച്ചിത്രമെന്ന് പറയുമ്പോഴും ഇൻ്റർനാഷണൽ ലെവലിൽ പോലും മലയാള സിനിമയ്ക്ക് അംഗീകാരം നേടിത്തന്നത് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് സമാന്തര ചലച്ചിത്ര മേഖലയാണ് എന്ന് പറയേണ്ടി വരും. അടൂർ ഗോപാലകൃഷ്ണൻ 1972 പുറത്തിറക്കിയ സ്വയംവരം എന്നുള്ള ചിത്രത്തോടു കൂടിയാണ് സമാന്തര സിനിമ എന്നുള്ള പുതിയൊരു മേഖല, പാരലൽ സിനിമയുടെ പുതിയൊരു മേഖല, ഒരു സ്ട്രീം മലയാള ചലച്ചിത്ര ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. അതുവരെ ഒരു മെലോ ഡ്രാമ എന്നുള്ള നിലയ്ക്കും അതുപോലെ പോപ്പുലറായ നോവലുകളുടെയും മറ്റും ആവിഷ്കാരം എന്നുള്ള നിലയ്ക്കും നിർമ്മിച്ചിരുന്ന സിനിമയ്ക്ക് പുതിയൊരു തലം, പുതിയൊരു ഡയമെൻഷൻ കൊടുത്തത് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള സമാന്തര സിനിമയുടെ തലതൊട്ടപ്പന്മാരാണ്. ആ വർഷത്തെ 4 ദേശീയ അവാർഡുകളാണ് സ്വയംവരം കരസ്ഥമാക്കിയത്. അതുപോലെ പിന്നീട് വന്ന നിർമാല്യം, MT വാസുദേവൻ നായരുടെ നിർമാല്യം, മലയാളത്തിലേക്ക് ആദ്യത്തെ ഭരത് അവാർഡ് PJ ആൻ്റണിയിലൂടെ കൊണ്ടുവന്നത് നിർമാല്യമാണ്. പിന്നീട് 1977 അടൂരിൻ്റെ തന്നെ കൊടിയേറ്റം എന്ന ചിത്രത്തിലൂടെ ഭരത് അവാർഡ് വീണ്ടും മലയാളത്തിലേക്ക് എത്തി. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് 1968 തന്നെ ശാരദ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
തുലാഭാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു ശാരദയ്ക്ക് ആദ്യമായിട്ട് ഉർവശി അവാർഡ് 1968 ലഭിച്ചത്. KPSCയുടെ ഒരു നാടകം, തുലാഭാരം എന്ന നാടകത്തെ ആസ്പദമാക്കി തന്നെ ഉള്ള ചലച്ചിത്രമായിരുന്നു തുലാഭാരം. അതിനുശേഷം വീണ്ടും 1972 സ്വയംവരം എന്ന ചിത്രത്തിലൂടെ ശാരദ വീണ്ടും ഉർവശി അവാർഡ് മലയാളത്തിലേക്ക് എത്തിച്ചു. ഉത്തരായനം, തമ്പ്, കാഞ്ചനസീത മുതലായ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ മലയാള സമാന്തര സിനിമാ മേഖലയിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റൊരു അതുല്യ കലാകാരനാണ് G. അരവിന്ദൻ. കൊമേഴ്ഷ്യൽ സിനിമകളേക്കാൾ ഉപരി സമാന്തര ചലച്ചിത്രങ്ങൾ ചലച്ചിത്ര മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും പാഠപുസ്തകങ്ങളായിട്ട് വർത്തിക്കുന്നവയാണ്. വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളാവും പലപ്പോഴും അവ കൈകാര്യം ചെയ്യുക. അതുപോലെ അതിൻ്റെ ആഖ്യാനവും വളരെ ഗൗരവമുള്ള ഒരു ശൈലിയിലായിരിക്കും. ഒരു നോർമൽ കൊമേഴ്ഷ്യൽ സിനിമയുടെ ചേരുവകളൊന്നും ഒരുപക്ഷെ നമുക്കിതിൽ കാണാൻ സാധിച്ചെന്ന് വരത്തില്ല. സംഭാഷണങ്ങൾ തന്നെ പൊതുവെ കുറവായിട്ടാണ് കാണാറ്. സംഭാഷണങ്ങളെക്കാൾ ഉപരി കാഴ്ചക്കാരോട് സംവദിക്കുന്നത് ഒരുപക്ഷെ പശ്ചാത്തല സംഗീതമായിരിക്കും. അടൂരിൻ്റെ ചലച്ചിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം ക്രിട്ടിക്കൽ ഒബ്സർവേഷൻസ് കിട്ടിയിട്ടുള്ള പഠന വിഷയമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചലച്ചിത്രമാണ് എലിപ്പത്തായം. ഫ്യൂഡൽ സമ്പ്രദായത്തെയും അല്ലെങ്കിൽ അതിൻ്റെ തകർച്ചയെയും ഒക്കെ പ്രമേയങ്ങളാക്കി ധാരാളം ചലച്ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരാവിഷ്കാരം മലയാളത്തിലുണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. മാറിയ സാമൂഹിക വ്യവസ്ഥിതിയെ അല്ലെങ്കിൽ തൻ്റെ പ്രതാപത്തിനുണ്ടായ തകർച്ചയെ, അതിൻ്റെ നഷ്ടത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഒരു പ്രമാണിയുടെയും എലി പത്തായത്തിനുള്ളിലെന്ന പോലെ ആ വീടിനുള്ളിൽ തളച്ചിടപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയും കഥയാണ് അടൂർ എലിപ്പത്തായത്തിലൂടെ നമ്മളോട് പറഞ്ഞത്. അത്രയ്ക്കും ഡെപ്ത് ഉള്ളതാണ് അതിലെ ഓരോ സീനുകളും. നമ്മൾ നേരിട്ട് കാണുന്നതിനും അപ്പുറം ഒരുപാട് ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ അതിലെ ഓരോ സീനിനും ഉള്ളതായിട്ട് നിരൂപകർ ആ ചലച്ചിത്രത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചലച്ചിത്ര വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസിക്കൽ റെഫറൻസാണ് എലിപ്പത്തായം. നമ്മൾ നേരത്തെ നാടകത്തിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ സാമൂഹിക വിഷയങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നതിനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു മീഡിയമായിട്ടാണ്, ഒരു മാധ്യമമായിട്ടാണ് ചലച്ചിത്രങ്ങൾ കരുതപ്പെടുന്നത്. ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് തൊഴിൽ നൽകുന്ന ഒരു മഹാവ്യവസായം എന്ന നിലയിലേക്ക് ചലച്ചിത്ര ലോകം മാറിയിട്ടുണ്ടെങ്കിലും കമേഴ്ഷ്യൽ സിനിമകളുടെ ഗണത്തിൽ പോലും വളരെ കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു വസ്തുതയാണ്. കമേഴ്ഷ്യൽ സിനിമകളും സമാന്തര സിനിമകളും തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ ആ ഒരു ഡിവൈഡിങ് ലൈന് വളരെ നേർത്തതായിട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് കാണാൻ സാധിക്കും. പണ്ട് സമാന്തര സിനിമകളെന്ന് പറഞ്ഞാൽ അവാർഡുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്നവ എന്നുള്ളൊരു പൊതുധാരണയുണ്ടായിരുന്നു. ചലച്ചിത്ര വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അത്രയധികം താല്പര്യം അതിനോടുള്ളവരോ അല്ലാതെ പൊതുജനങ്ങൾക്കിടയിൽ ഇത്തരം സമാന്തര സിനിമകൾക്ക് വലിയ ഒരു സ്വീകാര്യത പണ്ട് കാലത്ത് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഫിലിം ഫെസ്റ്റിവലുകളുടെ, ചലച്ചിത്രോത്സവങ്ങളുടെ വ്യാപകമായിട്ടുള്ള പോപ്പുലാരിറ്റിയോടുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ആർട്ട് വാല്യൂ ഉള്ള ഫിലിംസ് കൂടുതൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൊമേഴ്ഷ്യൽ ടാഗ് ലൈനോടുകൂടി എത്തുന്ന സിനിമകളിലും ഇത്തരത്തിൽ കലാമൂല്യമുള്ള അല്ലെങ്കിൽ കലാമൂല്യത്തിൻ്റെ അംശങ്ങൾ വളരെ മികച്ച രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മലയാള സിനിമാ മേഖലയിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്. ഇനി ആർക്കിടെക്ചർ, കേരളത്തിൻ്റെ വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നമ്മുടെ സംസ്കാരം യുണീക്കാണ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് ഫോംസ് യുണീക്കാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആർക്കിടെക്ചർ, നമ്മുടെ വാസ്തുകല അത് ലോകപ്രശസ്തവുമാണ്. കേരളത്തിൻ്റെ തനതായ വാസ്തുകല എന്ന് പറയുന്നത് വളരെ പേര് കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയാം അല്ലേ, കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. പക്ഷേ കേരളത്തിലാകെ കേരളത്തിൻ്റെ ശൈലിയിലുള്ള വാസ്തു ശൈലിയിലുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല ഉള്ളത്. പല ആർക്കിടെക്ചറൽ സ്റ്റൈൽസിലുള്ള ബിൽഡിങ്സും നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. അതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. നമ്മൾ കൾച്ചറിൻ്റെ ആദ്യത്തെ ക്ലാസ് മുതൽ പറയുന്നുണ്ട്. ഒരുപാട് കൾച്ചേഴ്സിൻ്റെ ഒരു ബ്ലെൻഡ് നമ്മുടെ കേരളത്തിൽ നമുക്ക് പല കാലഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള കൾച്ചറൽ ബ്ലെൻഡ്, ഇതേപോലെ പല സംസ്കാരങ്ങളുടെയും പെക്യൂലിയർ ഫീച്ചേഴ്സിനെ കേരളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മുടെ തനതായ വാസ്തുകലയോടൊപ്പം തന്നെ ദ്രാവിഡ ശൈലിയിലും കൊളോണിയൽ ശൈലിയിലും ചൈനീസ്, അറബിക്, ഇൻഡോ ഗോത്തിക് എന്നിങ്ങനെ പല ശൈലിയിലുള്ള ആർക്കിടെക്ചേഴ്സ് കേരളത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പുറത്തുനിന്ന് വന്നവയെ മാറ്റി നിർത്തിയാൽ കേരളത്തിൽ
ഡെവലപ്പ് ചെയ്ത കേരളത്തിൻ്റെ തനതായ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത് അതിൻ്റെ ജിയോഗ്രഫിക്കൽ, ക്ലൈമാറ്റിക്, ഹിസ്റ്റോറിക് പെക്യൂലിയാരിറ്റീസിനെല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ളതാണ്. നമ്മൾ കൾച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത, ഹിസ്റ്റോറിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ട്രേഡ് റിലേഷൻസ്, നമ്മുടെ ഫോറിൻ റിലേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനൊക്കെ നമ്മുടെ കൾച്ചറിൽ വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്, വ്യക്തമായിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതൽ പറയുന്നതാണ്. വാസ്തുവിദ്യയുടെ കാര്യം വരുമ്പോൾ ക്ലൈമറ്റ് എന്നുള്ള ഒരു അഡീഷണൽ ഫാക്ടർ കൂടെ ഇവിടെ വരുന്നുണ്ട്. വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസാണ് കേരളത്തിലുള്ളത് അല്ലേ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് ലഭിക്കുന്ന കനത്ത മഴ, ഹെവി റെയിൻസ്. ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമായതിനാൽ ഒരു സ്ഥലത്തിനും അതിൻ്റെ തനതായ ക്ലൈമറ്റ് ഇന്നതാണ്, അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് ഈ സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് ഇതാണ്, ഇപ്പോഴും അവർ ഈ ക്ലൈമറ്റിൽ തന്നെയാണ് തുടരുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ പൊതുവെയുള്ള ക്ലൈമറ്റ് എന്ന് വിലയിരുത്തപ്പെടുന്നത് ഇത്തരത്തിലൊരു മൺസൂൺ ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മുടെ ആർക്കിടെക്ചറൽ സ്റ്റൈലിലും ഇത്തരത്തിൽ ഹെവി റെയിനിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റൈലുകൾ, മേൽക്കൂരയുടെ ചരിവ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ തനത് കേരളീയ ശൈലിയിലെ വീടുകളുടെ മേൽക്കൂര കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, മഴവെള്ളം ഒഴുകിപ്പോകത്തക്ക രീതിയിലുള്ള ചെരിഞ്ഞ മേൽക്കൂരകളാണ്, സ്റ്റീപ്പായ മേൽക്കൂരകളാണ് ട്രഡീഷണൽ കേരള സ്റ്റൈലിലെ റൂഫിങ്ങിനുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റൈൽ ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ, അതുപോലെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, നമ്മുടെ ഹിസ്റ്ററിക്കൽ ആസ്പെക്ട്സ് നമ്മളുമായിട്ട് റിലേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള മിക്ക കൾച്ചറൽ ഗ്രൂപ്പ്സും അല്ലെങ്കിൽ ഫോറിൻ പവേഴ്സും അവരുടെയൊക്കെ ഒരു സ്വാധീനം നമ്മുടെ പല ബിൽഡിങ്ങുകളിലും നമ്മുടെ കൺസ്ട്രക്ഷൻ രീതികളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു നാലുകെട്ടിൻ്റെ ചിത്രമായിരിക്കും അല്ലേ. അതാണ് കേരളത്തിൻ്റെ വാസ്തുവിദ്യയുടെ ഒരു ഫേസ്, ഒരു മുഖമുദ്രയായിട്ട് കരുതപ്പെടുന്നത് നാലുകെട്ട് സ്ട്രക്ചറാണ്. എന്നാൽ കേരളത്തിലെ എല്ലായിടത്തും അല്ലെങ്കിൽ എല്ലാ വീടുകളും ഇതേ ശൈലി പിന്തുടർന്നിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അതിന് എപ്പോഴും പ്രാദേശികമായിട്ടുള്ള ഭേദങ്ങളുണ്ടായിരുന്നു, മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് സോഷ്യോ ഇക്കോണമിക് സ്റ്റാറ്റസ്, ഒരാളിൻ്റെ സാമ്പത്തിക സ്ഥിതി, അയാളുടെ സാമൂഹിക നിലവാരമൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടുകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന വീടുകൾ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഈ നാലുകെട്ട് മാതൃകയിലുള്ളതായിരുന്നു എന്ന് ഒരിക്കലും ചിന്തിച്ചുകൂടാ. നമ്മുടെ തനതായ ശൈലിയുടെ ഒരു മാതൃകയാണ് നാലുകെട്ട് എന്ന് മാത്രം കരുതുക. തച്ചുശാസ്ത്രത്തിൻ്റെ കണക്കുകൾക്ക് അനുസൃതമായിട്ട് ചതുഷ്കോണാകൃതിയിലാണ് നാലുകെട്ടുകൾ പണി കഴിപ്പിച്ചിരുന്നത്. അതുപോലെ വാസ്തുവിദ്യയുടെ പ്രമാണ ഗ്രന്ഥങ്ങളെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ഓഥൻറ്റിക് ടെക്സ്റ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പല പുസ്തകങ്ങളും മലയാളത്തിൽ ആദ്യകാലം മുതൽക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് തന്ത്രസമുച്ചയം, വാസ്തുവിദ്യ, മനുഷ്യാലയ ചന്ദ്രിക, ശില്പരത്നം എന്നിങ്ങനെയുള്ളവ. മനുഷ്യാലയ ചന്ദ്രിക എന്നത് പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യാലയം അല്ലെങ്കിൽ വീട്, ഗാർഹികമായിട്ടുള്ള വാസ്തുവിദ്യയാണ് മനുഷ്യാലയ ചന്ദ്രികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കേരളീയ വാസ്തുകലയുടെ അളവുകളും കണക്കുകളുമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തച്ചുശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതുപോലെ നമ്മുടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ആയിട്ടുള്ള പ്രത്യേകതകൾക്ക് അനുസൃതമായിട്ടുള്ളതാണ് നമ്മുടെ നിർമ്മാണ രീതികൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കേരളീയ ശൈലിയിലെ മേൽക്കൂരയുടെ ചരിവ്, സ്റ്റീപ്പായ റൂഫിംഗ് തന്നെ ഇത്തരത്തിൽ ഹെവി മൺസൂണിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കനത്ത മഴയെ പ്രതിരോധിക്കാൻ, വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോവാൻ സഹായകമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണെന്നുള്ളത് കാണാം. ഇത്തരത്തിൽ കേരളീയമായിട്ടുള്ള ശൈലിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ബിൽഡിങ്ങുകളിൽ ഏറെക്കുറെ എല്ലാം തന്നെ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി അല്ലെങ്കിൽ പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കും പ്രത്യേകതകൾക്കും അനുസൃതമായിട്ടുള്ളത് തന്നെയാണ്. കേരളീയ വാസ്തുവിദ്യയെ നമുക്ക് പൊതുവിൽ മതപരമെന്നും ഗാർഹികമെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മതപരം അല്ലെങ്കിൽ റിലീജിയസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ എന്നിങ്ങനെ ആരാധനാലയങ്ങളെ സംബന്ധിക്കുന്ന വാസ്തുവിദ്യയാണ്. അതേസമയം ഗാർഹികം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എന്നത് വാസസ്ഥലങ്ങളെ സംബന്ധിക്കുന്ന വാസ്തുവിദ്യയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ സാധാരണ വീടുകളും അതുപോലെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും ഇവയുടെയൊക്കെ വാസ്തുവിദ്യ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഗാർഹികം എന്നുള്ള ക്ലാസിഫിക്കേഷന് കീഴിൽ തന്നെയാണ് വരുന്നത്. ഗാർഹിക വാസ്തുവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാലയ ചന്ദ്രികയിൽ വീട് വയ്ക്കാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഈ ഡൊമസ്റ്റിക് ആർക്കിടെക്ചറിനും അതുപോലെ റിലീജിയസ് ആർക്കിടെക്ചറിനും രണ്ടിനും ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാളും പിൽക്കാലത്ത് വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പഴയ മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്ന വലിയ തറവാടുകൾക്ക് നാലുകെട്ടും അതുപോലെ
ധാരാളം മുറികളും നടുമുറ്റവും ഒക്കെ ആവശ്യമായിരുന്നതുപോലെ പിൽക്കാലത്ത് അണുകുടുംബങ്ങൾക്ക് അത്തരത്തിലുള്ള ആവശ്യങ്ങളില്ല. അതിനനുസരിച്ച് ഗാർഹിക നിർമ്മാണ രീതിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ആദ്യകാലത്തെ റിലീജിയസ് ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് മാത്രമല്ല മുസ്ലിം പള്ളികൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും ഒക്കെ ഇതേ തരത്തിലൊരു കേരളീയ ആർക്കിടെക്ചർ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആർട്ടിൻ്റെ ഒരു പ്രിഡോമിനൻസ് തന്നെയാണ് ആദ്യകാലത്ത് പള്ളികളിലും, അതായത് മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും രണ്ടിലും കാണാൻ സാധിച്ചിരുന്നത്. പിൽക്കാലത്താണ് ഇസ്ലാമിക് അല്ലെങ്കിൽ അറേബ്യൻ ശൈലിയും അതുപോലെ കൊളോണിയൽ ശൈലിയും ഒക്കെ അത് അതിൻ്റേതായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും അതിനനുസൃതമായിട്ടുള്ള രൂപമാറ്റങ്ങൾ റിലീജിയസ് ആർക്കിടെക്ചറിലും വിസിബിൾ ആവുകയും ചെയ്തത്. തന്ത്രസമുച്ചയത്തിലും ശില്പരത്നത്തിലുമാണ് ക്ഷേത്രവാസ്തുകലെ ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ക്ഷേത്രവാസ്തുവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കേരളീയ മാതൃകയിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പെക്യുലിയർ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. ശ്രീകോവിൽ, നാലമ്പലം, ചുറ്റമ്പലം, ബലിക്കല്ല്, നമസ്കാര മണ്ഡപം, അമ്പലക്കുളം എന്നിവയൊക്കെയാണ് കേരളീയ മാതൃകയിലുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന പ്രത്യേകതകൾ. ഇത്തരത്തിൽ കേരളീയ ശൈലിയിലുള്ളൊരു ക്ഷേത്രത്തിൻ്റെ മികച്ച മാതൃകയാണ് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അധികവും ഇതേ മാതൃക തന്നെയാണ് പിന്തുടരുന്നത്. ഇനി ദ്രവീഡിയൻ സ്റ്റൈലിലുള്ള ക്ഷേത്രങ്ങളിലാണ് നമുക്ക് ഇതുപോലെയുള്ള ഉയർന്ന ഗോപുരങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും അല്ലെങ്കിൽ ക്ഷേത്ര കവാടത്തിൽ ഇത്തരം ഉയർന്ന ഗോപുരങ്ങൾ കാണാൻ സാധിക്കുന്നത്. ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മുഖമുദ്രകളാണിവ. കേരളത്തിലും പ്രധാനമായിട്ടും തമിഴ് സ്വാധീനം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഗോപുര മാതൃക അല്ലെങ്കിൽ ദ്രാവിഡിയൻ സ്റ്റൈലിലുള്ള ക്ഷേത്ര നിർമ്മാണം നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. കേരളത്തിലെ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇനി ഇസ്ലാമിക് ആർക്കിടെക്ചറിലേക്ക് വരുമ്പോൾ ആദ്യകാലത്തെ പള്ളികളിലൊന്നും തന്നെ ഇത്തരത്തിലൊരു അറേബ്യൻ ടച്ച് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് കൾച്ചറിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളൊന്നും നമുക്കതിൻ്റെ കൺസ്ട്രക്ഷനിൽ കാണാൻ സാധിക്കില്ല. ആദ്യകാലത്തുണ്ടായിട്ടുള്ള പള്ളികളിലൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള സ്റ്റൈലിൽ തന്നെയായിരുന്നു പണി കഴിപ്പിച്ചിരുന്നത്. പിന്നീട് ഹൈദരലിയുടെയും ടിപ്പുവിൻ്റെയും ഒക്കെ വരവോടുകൂടിയാണ് ഈ രീതി മാറുകയും കുറേ കൂടി ഒരു അറബിക് ടച്ചുള്ള ഒരു ശൈലി നമ്മുടെ ഇസ്ലാമിക നിർമ്മിതികൾക്ക് കൈവന്നിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ മോസ്കായ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി AD 629 അത് പണി കഴിപ്പിച്ചത്. അതിൻ്റെ ആദ്യകാല രൂപം ഇന്ന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല. തികച്ചും കേരളീയ മാതൃകയിലുള്ള ഒരു നിർമ്മിതിയായിരുന്നു പഴയ ചേരമാൻ പള്ളി. അതിനെ റെനോവേറ്റ് ചെയ്ത ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ ഈ വലതുവശത്ത് കാണുന്ന ചിത്രത്തിൽ കാണുന്നത്. അവിടെയും ആ പഴമയുടെ ഒരു ചെറിയ അംശം നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കേരളീയ രീതിയിലുള്ള ചെരിഞ്ഞ മേൽക്കൂരയും അതിൻ്റെ ബാക്കിലെ പോർഷനിൽ ഇസ്ലാമിക് രീതിയിലുള്ള മിനാരവും നമുക്ക് കാണാൻ സാധിക്കും. പഴയ പള്ളി ടോട്ടലി കേരള സ്റ്റൈലിലുള്ളതായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് പുതുക്കി പണിഞ്ഞിരിക്കുന്നത് ഈ രണ്ട് സ്റ്റൈലിൻ്റെയും ഒരു ബ്ലെൻഡ് എന്ന നിലയ്ക്കാണ്. അതുകൂടാതെ മിനാരങ്ങളും താഴികക്കുടങ്ങളും ഒക്കെയുള്ള ഒരു ഇൻഡോ ഇസ്ലാമിക് രീതിയിലുള്ള നിർമ്മിതിയുടെ ഒരു എക്സാമ്പിളായിട്ട് പറയാം പാളയത്തെ ജുമാ മസ്ജിദ്. കൊളോണിയൽ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോർച്ചുഗീസാണ് കേരളത്തിൽ ആദ്യമായിട്ട് കൊളോണിയൽ ശൈലിയിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ ശൈലിയിലുള്ള വാസ്തുവിദ്യ അവതരിപ്പിച്ചത്. പോർച്ചുഗീസിന് ശേഷം ഡച്ചുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും ഇതേ രീതി കേരളത്തിൽ പിന്തുടർന്നു. ക്രിസ്ത്യൻ പള്ളികളൊക്കെ ആദ്യകാലത്ത് കേരളീയ ശൈലിയിൽ തന്നെയുള്ളവയായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പിൽക്കാലത്ത് പോർച്ചുഗീസിൻ്റെ സ്വാധീനത്തിലാണ് ക്രിസ്ത്യൻ പള്ളികൾക്ക് ഒരു യൂറോപ്യൻ ഛായ കൈവന്നത്. കേരളീയ മാതൃകയിലുള്ള അല്ലെങ്കിൽ ഹൈന്ദവ മാതൃകയിലുള്ള നിർമ്മിതികളിൽ മാറ്റം വരുത്തി അതിനൊരു യൂറോപ്യൻ ടച്ച് കൊടുക്കാൻ പോർച്ചുഗീസുകാർ ശ്രമിച്ചു. പോർച്ചുഗീസ് മാതൃകയിലും ഡച്ച് മാതൃകയിലുമൊക്കെ ഉള്ള ധാരാളം നിർമ്മിതികൾ, ധാരാളം ബിൽഡിങ്ങുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പള്ളികളിൽ ആ ഡിസൈൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ മട്ടാഞ്ചേരിയിലെ ബോൾഗാട്ടി പാലസ് കേരളീയ ശൈലിയുടെയും അതുപോലെ തന്നെ പോർച്ചുഗീസ് ശൈലിയുടെയും ഒരു മിക്സഡ് സ്റ്റൈലാണെന്ന് പറയാം. കേരള സ്റ്റൈലിലുള്ള ആ ചെരിഞ്ഞ മേൽക്കൂരയും മറ്റും കാണാം. അതുപോലെ തന്നെ പോർച്ചുഗീസ് അല്ലെങ്കിൽ യൂറോപ്യൻ ശൈലിയിലുള്ള വിശാലമായിട്ടുള്ള ജനാലകളും വലിയ തൂണുകളുമൊക്കെ നമുക്ക് ബോൾഗാട്ടി പാലസിൻ്റെ ഈ ചിത്രത്തിൽ കാണാം. ജൂതന്മാരുമായിട്ട് കേരളത്തിനുണ്ടായിരുന്ന ആദ്യകാല വ്യാപാര ബന്ധങ്ങളിലൂടെ തന്നെ ജൂയിഷ് കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ ജൂത സംസ്കാരവുമായിട്ട് ഇടപഴകാനുള്ളൊരവസരം കേരള സംസ്കാരത്തിനുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ഇത്തരത്തിൽ ജൂത സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ജൂത വാസ്തുവിദ്യയുടെ സ്മാരകങ്ങളായിട്ടുള്ള ചില ബിൽഡിങ്ങുകൾ ഇപ്പോഴും ആ ജൂയിഷ് സെറ്റിൽമെൻറ്റ്സിൽ മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലുമൊക്കെ ഉണ്ടായിരുന്ന ചില ജൂയിഷ് സെറ്റിൽമെൻറ്റ്സിൽ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും.
മട്ടാഞ്ചേരിയിലെ സിനഗോഗ് അഥവാ ജൂതപ്പള്ളി, അവരുടെ ആരാധനാലയമായിരുന്ന സിനഗോഗ് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ജൂതസ്മാരകമാണ്. കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ജൂതസ്മാരകമാണ്. കേരളീയ ശൈലിയുമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്ന തരത്തിലുള്ള നിർമ്മിതികളായിരുന്നു ജൂതന്മാർ കേരളത്തിൽ പ്രധാനമായിട്ടും അവരുടെ സെറ്റിൽമെൻറ്റ്സിൽ ഉണ്ടാക്കിയിരുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ പ്ലാനിലും ഡിസൈനിലും മറ്റും കേരളീയ ശൈലിയോട് വളരെ സാമ്യം പുലർത്തിയിരുന്നവയായിരുന്നു ജൂതനിർമ്മിതികൾ. കേരളീയ ശൈലിയിലുള്ള ക്ഷേത്ര നിർമ്മിതികളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതേപോലെ കേരളീയ ശൈലിയിലുള്ള ഡൊമസ്റ്റിക് ഡിസൈൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഹിക വാസ്തുവിദ്യ പ്രകാരം എന്തൊക്കെ പ്രത്യേകതകളാണ് കേരളീയ ശൈലിയിലുള്ളൊരു വീടിനുണ്ടായിരിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞു, മനുഷ്യാലയ ചന്ദ്രിക എന്നുള്ള പുസ്തകത്തിൽ ഒരു വീട് വയ്ക്കാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവലോകനങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ വാസ്തുവിദ്യ പ്രകാരം ഒരു ഗൃഹം നിർമ്മിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വസ്തുവിന് പോലും അല്ലെങ്കിൽ ആ സൈറ്റ് പോലും അതിന് അനുയോജ്യമായിരിക്കണം. വാസ്തുവിദ്യ പ്രകാരമുള്ള ദോഷങ്ങളൊന്നും ഉള്ള സ്ഥലമായിരിക്കരുത് വീടിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പൊതുവെ കടൽ, കുന്ന്, ക്ഷേത്രം എന്നിവയ്ക്ക് അരികിലുള്ള സ്ഥലങ്ങൾ ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ല എന്നാണ് പറയപ്പെടുന്നത്. ചതുരാകൃതിയിലുള്ളൊരു ഭൂമിയെ 4 ക്വാഡ്രൻറ്റുകളാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നോർത്ത് ഈസ്റ്റേൺ ക്വാഡ്രൻ്റാണ് പൊതുവെ വീട് വയ്ക്കാൻ അനുയോജ്യമായതെന്നുള്ള നിലയ്ക്ക് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ ദർശനം അഥവാ വീടിൻ്റെ പ്രധാന വാതിൽ കിഴക്കോട്ടായിരിക്കണമെന്നും ഒരു നിർദ്ദേശമുണ്ട്. ഇനി കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് കേരളീയ ശൈലിയിലുള്ള ഒരു വീടിന് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്, വീടോ കൊട്ടാരമോ എന്തു തന്നെ ആയാലും അതിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പടിപ്പുര, അതുപോലെ പൂമുഖം, വരാന്ത, നടുമുറ്റം, നടുമുറ്റത്തിന് ചുറ്റുമായിട്ട് 4 കെട്ട്, 8 കെട്ട് അല്ലെങ്കിൽ 16 കെട്ട്, അതിനെ ചുറ്റിക്കൊണ്ട് തെക്കിനി, കിഴക്കിനി, വടക്കിനി, പടിഞ്ഞാറ്റിനി എന്നിങ്ങനെ ബ്ലോക്കുകൾ. ഇതുകൂടാതെ വുഡൻ ഫ്ലോറിങ്, അതുപോലെ തടിയിലുള്ള കൊത്തുപണികൾ, അതുപോലെ വലിയ വീടുകളാണെങ്കിൽ അതിനോട് ചേർന്ന് കുളവും കുളക്കടവും കൂടി ഉണ്ടാവുന്നതാണ്. ഒരു നടുമുറ്റം മാത്രമുള്ള വീടുകളിലാണ് 4 കെട്ട് കാണുക. 2 നടുമുറ്റമാണെങ്കിൽ അതിനെ 8 കെട്ടെന്നും അതുപോലെ 4 നടുമുറ്റമാണെങ്കിൽ അതിനെ 16 കെട്ടെന്നുമാണ് പറയുക. 4 കെട്ട് വളരെ സാധാരണമായിരുന്നെങ്കിലും 8 കെട്ടും 16 കെട്ടും അത്ര സാധാരണമല്ലായിരുന്നു. റെയറായിട്ടാണ്, അല്ലെങ്കിൽ വലിയ കൊട്ടാരങ്ങളിലും മറ്റുമൊക്കെയാണ് 8 കെട്ടും 16 കെട്ടുമൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് പോലെ കേരളീയ ശൈലിയിലുള്ള ഗൃഹനിർമ്മാണം ഇത്തരത്തിലാണെങ്കിലും എല്ലാ വീടുകളും ഒരിക്കലും ഈ ശൈലി തന്നെ പിന്തുടർന്നിരുന്നവയല്ല. ഒരുപക്ഷേ മേൽക്കൂരയുടെ ആകൃതിയൊക്കെ കേരളീയ ശൈലി പ്രകാരം ഏറെക്കുറെ ഒരേപോലെ തന്നെ ആയിരുന്നെങ്കിലും ഈ 8 കെട്ട്, പടിപ്പുര, പൂമുഖം എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആളുകളുടെ സാമൂഹിക സ്ഥിതിക്കും സാമ്പത്തിക സ്ഥിതിക്കും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരുന്നു. ഈ രീതിയിൽ കേരള ശൈലിയിലുള്ള ഒരു ഡൊമസ്റ്റിക് ആർക്കിടെക്ചറിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് പറയാം പത്മനാഭപുരം കൊട്ടാരം. ഇത് മാത്രമല്ല വേറെയും വിദേശ ശൈലികളുടെ സ്വാധീനം കേരളത്തിൻ്റെ വാസ്തുകലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കാണപ്പെടുന്ന പല നിർമ്മിതികളിലും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ധാരാളമായിട്ട് തടി ഉപയോഗപ്പെടുത്തുന്ന ശൈലി, ക്ഷേത്രങ്ങളുടെയും വീടുകളുടെയും കൊട്ടാരങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിൽ ധാരാളമായിട്ട് തടി ഉപയോഗിച്ച് പണിയുന്ന ശൈലി നേപ്പാളീസ് ടിബറ്റൻ വാസ്തുശൈലികളോട് സാമ്യം പുലർത്തുന്നവയാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ തീരദേശ മേഖലയിലുള്ള വീടുകളുടെ മേൽക്കൂരയുടെ ശൈലി, മേൽക്കൂരയുടെ ഷേപ്പ് ചൈനീസ് സ്വാധീനത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നും അഭിപ്രായമുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഇൻഡോ സാരസനിക് സ്റ്റൈൽ അല്ലെങ്കിൽ ഇൻഡോ ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗവൺമെൻറ് ഓഫീസുകളും അതുപോലെ പബ്ലിക് ബിൽഡിങ്ങുകളും ഒക്കെ പണിയാനാണ് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റുകൾ പ്രധാനമായിട്ടും ഇൻഡോ ഗോത്തിക് സ്റ്റൈൽ ഫോളോ ചെയ്തിരുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഈ ഒരു ഇൻഡോ ഗോത്തിക് ശൈലിയുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ തിരുവനന്തപുരത്തെ മ്യൂസിയം, നാപ്പിയർ മ്യൂസിയം, ഈ ഇൻഡോ ഗോത്തിക് ശൈലിയുടെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് പറയാം. ഇനി സ്കൾപ്ചേഴ്സ്, ശില്പകല, പ്രാചീന സംസ്കാരങ്ങളുടെ തിരുശേഷിപ്പുകളെന്ന് നമുക്ക് അവയെ വിളിക്കാം. ശില്പങ്ങളെന്ന് പറയുമ്പോൾ അത് കടഞ്ഞെടുത്തതോ കൊത്തിയെടുത്തതോ അച്ചിൽ വാർത്തെടുത്തതോ ആയ രൂപങ്ങളാവാം. അതുപോലെ അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കല്ലാവാം, തടിയാവാം, ലോഹങ്ങളാവാം, കളിമണ്ണാവാം. ഇനി പിൽക്കാലത്ത് മെഴുകിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും വരെ തീർത്ത ശില്പങ്ങളുണ്ട്. സ്റ്റോൺ സ്കൾപ്ചേഴ്സിൻ്റെയും അതുപോലെ മെറ്റാലിക് സ്കൾപ്ചേഴ്സിൻ്റെയും ഉത്ഭവം 7 മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണെന്നാണ് കരുതപ്പെടുന്നത്. തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന ശില്പമാതൃകകളിൽ പൊതുവെ ഒരു പാണ്ഡ്യ ശൈലിയുടെ സ്വാധീനമാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നോർത്തേൺ കേരളയിൽ, ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ശില്പമാതൃകകളിൽ
പല്ലവ ശൈലിയുടെ സ്വാധീനമാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ AD 700-ാം ആണ്ടിനും 900-ാം ആണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട ചില ബുദ്ധ സ്കൾപ്ചേഴ്സ്, ബുദ്ധ ശില്പങ്ങൾ, അമ്പലപ്പുഴയിലെ കരുമാടിക്കുട്ടിൻ്റേതുപോലെയുള്ള ബുദ്ധശില്പങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്തത്. അതേസമയം ജെയിൻ സ്കൾപ്ചേഴ്സ്, 800-1000 ആണ്ടുകൾക്കിടയിലുള്ള ജെയിൻ സ്കൾപ്ചേഴ്സ് കുറേ കൂടെ വടക്കൻ കേരളത്തിലെ ഭാഗങ്ങളിൽ നിന്നാണ് റിക്കവർ ചെയ്യാൻ സാധിച്ചത്. അതുപോലെ കേരളത്തിലെ ക്ഷേത്രപരമായിട്ടുള്ള ശില്പകലയിൽ ചോളവംശത്തിൻ്റെ സ്വാധീനം കടന്നു വന്നത് 11-12 നൂറ്റാണ്ടുകളോടുകൂടിയാണ്. ഈ ചോള ശൈലിയുടെ ഉദാഹരണങ്ങളാണ് ക്ഷേത്രങ്ങളുടെ മതിലുകളിലും തൂണുകളിലും കോണികളുടെ കൈവരികളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന മൃഗരൂപങ്ങൾ, ദേവരൂപങ്ങൾ, അതുപോലെ നർത്തകിമാരുടെ രൂപങ്ങളൊക്കെ ഈ ഒരു ചോള സ്റ്റൈലിന് എക്സാമ്പിൾസ് ആണ്. 16-17 നൂറ്റാണ്ടുകളോടുകൂടി ക്ഷേത്രങ്ങളും അവയോട് ചേർന്നുള്ള സ്ട്രക്ചേഴ്സുമൊക്കെ തഴച്ചു വളർന്നൊരു കാലഘട്ടത്തിൽ തന്നെയാണ് ശില്പകലയും അതിൻ്റെ വളർച്ചയുടെ ഒരു പീക്ക് സ്റ്റേജിലെത്തിയിട്ടുള്ളതെന്ന് പറയാം. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ കടത്തുരുത്തിയിലെ പള്ളി, കുറവിലങ്ങാട് സെൻറ്റ് മേരീസ് പള്ളി, നിരണത്തെ ഓർത്തഡോക്സ് സിറിയൻ പള്ളി എന്നിവയിലൊക്കെ കൽപ്രതിമകളുടെ മികച്ച മാതൃകകൾ കാണാൻ സാധിക്കും. ചെമ്പും അതുപോലെ വെള്ളോട് അല്ലെങ്കിൽ വെങ്കലവും ഉപയോഗിച്ചാണ് ലോഹശില്പങ്ങൾ പണിതീർക്കുന്നത്. ഇത്തരത്തിൽ ചെമ്പിലും അതുപോലെ വെങ്കലത്തിലുമൊക്കെ ശില്പങ്ങൾ തീർക്കുന്ന ഒരു ശൈലി ഇവിടെ നിലവിൽ വന്നത് ഏകദേശം AD 8-ാം നൂറ്റാണ്ടോടുകൂടിയാണെന്ന് തോന്നുന്നു. എന്തായാലും തനി കേരളീയ ശൈലിയിലുള്ള ലോഹശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് 15-16 നൂറ്റാണ്ടുകളോടുകൂടി മാത്രമാണ്. പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ള വളരെ അമൂല്യങ്ങളായിട്ടുള്ള ശില്പങ്ങൾ ഇന്നും പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ അമൂല്യങ്ങളായ പല ശില്പങ്ങളും, ലോഹശില്പങ്ങളും പല കാഴ്ച ബംഗ്ലാവുകളിലും സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇനി മരത്തടിയിൽ തീർത്ത ശില്പങ്ങൾ അഥവാ ദാരുശില്പങ്ങളും കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇത്തരത്തിൽ തടിയിലുള്ള കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഭിത്തികൾ. കേരളത്തിലെ ഏറ്റവും പഴയ വുഡൻ സ്കൾപ്ചേഴ്സ്, ഏറ്റവും പഴയ ദാരുശില്പങ്ങൾ കഠിനംകുളം മഹാദേവ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിലാണുള്ളതെന്ന് പറയപ്പെടുന്നു. വുഡൻ സ്കൾപ്ചേഴ്സിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് കോട്ടയത്തെ ഏറ്റുമാനൂർ ക്ഷേത്രം. ശ്രീകോവിലിന് ചുറ്റുമായിട്ട് രാമായണ കഥ ആദ്യന്തം തടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന കാഴ്ച അവിടെ കാണാം. അതുപോലെ രഥോത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന രഥം, വളരെയധികം കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ഈ രഥവും ഇത്തരത്തിലെ വുഡൻ സ്കൾപ്ചേഴ്സിനൊരു എക്സാമ്പിളാണ്. ക്ഷേത്രങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളും വുഡൻ സ്കൾപ്ചേഴ്സിൻ്റെ മികച്ച മാതൃകകളാണ്. തടികൊണ്ടുള്ള കൊത്തുപണികൾ നിറഞ്ഞ അൾത്താരയും അതുപോലെ തടികൊണ്ടുള്ള പ്രതിമകളുമൊക്കെ പല ക്രിസ്ത്യൻ പള്ളികളിലും കാണാൻ സാധിക്കും. അതുപോലെ ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളിൽ പ്രധാനമായിട്ടും താമരയാണ് കൊത്തിവെക്കുന്നതെങ്കിൽ പള്ളികളിലാവുമ്പോൾ ആ സ്ഥാനം കിട്ടുന്നത് മുന്തിരിവള്ളികൾക്കും മുന്തിരിക്കുലകൾക്കുമൊക്കെയാണ്. അതാണ് കൊത്തുപണികളിലെ പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിൻ്റെ നാടകം, സിനിമ, സ്കൾപ്ചർ, ആർക്കിടെക്ചർ എന്നീ 4 ടോപ്പിക്കുകളുടെ ഹിസ്റ്ററിക്കൽ ആസ്പെക്ട്സും അവയെപ്പറ്റി വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് വിവരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ആഴത്തിലുള്ള ചോദ്യങ്ങൾക്ക് സ്കോപ്പുള്ളൊരു ഏരിയ അല്ല, എങ്കിലും പ്രധാനമായിട്ടും ചലച്ചിത്രത്തിൻ്റെയും അതുപോലെ വാസ്തുവിദ്യയുടെയും ബേസിക്കായ കാര്യങ്ങൾ, ഒരു 5 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുന്ന തരത്തിൽ ബേസിക്കായ കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക. സിനിമയുടെ കാര്യത്തിൽ അതിൻ്റെ ഹിസ്റ്ററിക്കൽ ആസ്പെക്ട്സ്, ആദ്യ സിനിമ മുതലുള്ള ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് ഓർത്ത് വയ്ക്കുക. അതുപോലെ വാസ്തുവിദ്യയുടെ കാര്യത്തിൽ കേരളീയ ശൈലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും കേരളത്തിൽ കാണപ്പെടുന്ന മറ്റ് പ്രധാനപ്പെട്ട ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് എന്തൊക്കെയാണെന്നും ഉള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഈ ശൈലികളുടെയൊക്കെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ കേരള കൾച്ചറിൽ ഇനി നമുക്ക് ബാക്കിയുള്ളത് ട്രൈബൽ കൾച്ചർ, അതുപോലെ ഫോക്ക് കൾച്ചർ, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, പിന്നെ പിൽഗ്രിമേജ് ആൻഡ് ടൂറിസ്റ്റ് പ്ലേസസ്. അപ്പോൾ ഇത്രയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.